അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1200. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യംശി അഹദുക്കും ഫീ നഅലിൻ വാഹിദ, നിങ്ങളിൽ ഒരാളും ഒറ്റ ചെരുപ്പ് ധരിച്ചു നടക്കരുത്. ഒന്നിരിക്കെ രണ്ട് ചെരുപ്പും ധരിച്ചു കൊള്ളട്ടെ. അല്ലെങ്കിൽ അവർ രണ്ടും മൂരി വെച്ചു കൊള്ളട്ടെ. ഒറ്റ ചെരുപ്പ് ധരിച്ചു നടക്കരുത്. വിശുദ്ധ ഇസ്ലാം ഓരോന്നിനും അതിൻ്റെതായ അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചെരുപ്പ് ധരിക്കുമ്പോൾ ഒറ്റക്കാലിൽ മാത്രം ധരിച്ചു നടക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അത് പിശാചിന്റെ നടത്തമാണെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ചെരുപ്പ് ധരിക്കുമ്പോൾ രണ്ട് കാലിലും ധരിക്കണം, അതല്ലെങ്കിൽ രണ്ടും മൂരി വെക്കണം. ഒരു ചെരുപ്പ് മാത്രം ധരിച്ചു നടക്കരുത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ പഠിപ്പിക്കാം. അതേസമയം ഒരാൾക്ക് ഒരു ചെരുപ്പേ ധരിക്കാൻ കഴിയും, മറ്റേ കാലിന് ധരിക്കാൻ കഴിയാത്ത വിഷമുണ്ട്, പ്രയാസമുണ്ട്, രോഗിയാണ്, അത്തരം ഉദറുള്ള ആളുകൾക്ക് അസാധ്യമായതുകൊണ്ട് അത് വിരോധമില്ല. എന്നല്ലാതെ കഴിയുന്ന ആളുകൾ ഒരു ചെരുപ്പ് മാത്രം ധരിച്ച് നടക്കാൻ പാടില്ല, ജോഡി തന്നെ ധരിക്കണം എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. വിശുദ്ധ ഇസ്ലാം ഓരോന്നിന്റെയും നിയമങ്ങളും അദബുകളും നമ്മെ പഠിപ്പിച്ചു. അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ഉൾക്കൊള്ളുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.